നമസ്കാരം, ഇത് മൈക്കിലേക്ക് സ്വാഗതം. സിനിമ എന്ന മായിക ലോകത്ത് എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. പലപ്പോഴും നടീനടന്മാരുടെ പ്രതിഫലത്തിന്റെ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ കോടികളിലെ കണക്കാണ് സിനിമാ ലോകത്തു നിന്നും പുറത്തു വരുന്നത്. ഏറ്റവും ആദ്യം 100 കോടി കടക്കുന്ന സിനിമ, 200 കോടി കടക്കുന്ന സിനിമ എന്നൊക്കെയുള്ള കണക്കനുസരിച്ചാണ് സിനിമകളുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ താരങ്ങളുടെ പ്രതിഫലവും എടുത്തു പറയണമല്ലോ. 2024 ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റ് ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. തമിഴ് നടന്മാരാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരം. ബോളിവുഡ് താരങ്ങളെ പോലും പിന്നിലാക്കി 70 കഴിഞ്ഞ രജനീകാന്ത് മുന്നിട്ട് നിൽക്കണമെങ്കിൽ പവർ വേറെ ലെവല് തന്നെയാണ്. മറ്റൊരു നഗ്നസത്യം എന്തെന്ന് വെച്ചാൽ, ഈ പ്രതിഫല കണക്കിന്റെ 7 അയലത്ത് ഒരു മലയാള താരവും വരുന്നില്ല എന്നതാണ്. മലയാളത്തിലെ നടന്മാരുടെ പ്രതിഫലം ഇതുവരെ 20 കോടിക്ക് മുകളിൽ കടന്നിട്ടില്ല. ആദ്യ 10ൽ ബോളിവുഡ്, കോളിവുഡ്, ടോളിവുഡ് താരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രത്തിലെ നായകൻ തന്നെയാണ് ലിസ്റ്റിൽ ഒന്നാമത്. അതെ, 1000 കോടി ക്ലബിലെത്തിയ ജവാൻ എന്ന ചിത്രത്തിലെ നായകൻ ഷാരൂഖ് ഖാൻ. 150 കോടി മുതൽ 250 കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഷാരൂഖ് ഖാൻ വാങ്ങുന്നത്. ഷാരൂഖ് ഖാന് തൊട്ടു പിന്നാലെ സ്റ്റൈൽ മന്നൻ രജനീകാന്താണ്. 150 കോടി മുതൽ 230 കോടി വരെയാണ് രജനീകാന്തിന്റെ പ്രതിഫലം. സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിജയ് ആണ് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത്. 130 കോടി മുതൽ 200 കോടി വരെയാണ് വിജയ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന വിജയ് ഇതൊക്കെ ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നത് ആരാധകർക്ക് വലിയ ഞെട്ടലായിരുന്നു. ബാഹുബലി താരം പ്രഭാസ് ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നു. ബാഹുബലി സിനിമകൾക്ക് ശേഷം ആദ്യം 3-ൽ ഇടം നേടിയ പ്രഭാസ് തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം പിന്തള്ളപ്പെടുകയായിരുന്നു. 100 കോടി മുതൽ 200 കോടി വരെയാണ് പ്രഭാസിന്റെ പ്രതിഫലം. 100 കോടി മുതൽ 175 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ ആണ് 5-ാം സ്ഥാനത്ത്. ഖാൻമാരുടെ ലിസ്റ്റിലെ 3-ാമനായ സൽമാൻ ഖാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് 100 കോടി മുതൽ 150 കോടി വരെയാണ്. സൽമാൻ ഖാന് തൊട്ടു പിന്നാലെ കമൽഹാസനുമുണ്ട്. 150 കോടിയാണ് കമൽഹാസന്റെയും പ്രതിഫലം. 100 കോടി മുതൽ 125 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അല്ലു അർജുനാണ് 7-ാം സ്ഥാനത്ത്. 60 കോടി മുതൽ 145 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അക്ഷയ് കുമാറും 100 കോടി മുതൽ 105 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അജിത് കുമാറും ആദ്യ 10-ൽ ഇടം നേടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.